വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അരിപ്പൊടി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നാടൻ കലത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പത്തിരി ഇടിയപ്പ പൊടി ചേർക്കാം. ആ സെയിം കപ്പിൽ തന്നെ 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. ഇനി അതിലേക്ക് 1/4 സ്പൂൺ ജീരകം, 5 ഏലക്കായ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത്. പാനിലേക്ക് 3 പീസ് ശർക്കര ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഏകദേശം 1/4 കപ്പ്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച അരിപ്പൊടി മാവിലേക്ക് ചൂടോടുകൂടി തന്നെ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് എന്നിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത്. ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണത്. ഇനി അതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പ്രഷർ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിന്റെ സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായി മുറിച്ചതും. ഇനി നമുക്കതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിനി ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കലത്തപ്പത്തിൽ ഈ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉള്ളിയും കൂടെ ചേർക്കുമ്പോഴാണ് കലത്തപ്പത്തിന് ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വെക്കാം. ഇനി നമ്മൾ മാവ് അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നേരത്തെ എടുത്തു വെച്ച വറുത്ത തേങ്ങാക്കൊത്തും ഉള്ളിയും അതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്ത് അലങ്കരിക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ കലത്തപ്പത്തിന്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. വിസിലിടരുത്. 15 തൊട്ട് 20 മിനിറ്റ് വരെ സമയമെടുക്കാം. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. കറക്റ്റ് വെന്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുറിക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആണിത്. നല്ല ആരെടുത്ത കലത്തപ്പമാണിത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.